ശ്രീ എം ജി രാധാകൃഷ്ണൻ, നമുക്ക് ചർച്ച അവസാനിപ്പിക്കാം. എന്താണ് ഉണ്ടാവുക? യഥാർത്ഥത്തിൽ MA ബേബി രാജിവെച്ചുകൊള്ളട്ടെ എന്ന നിലപാട് പാർട്ടി ചർച്ച ചെയ്ത് തീരുമാനിക്കുകയാണെങ്കിൽ അതിൻ്റെ പ്രശ്നങ്ങളുണ്ട്. രാജിവെക്കേണ്ടതില്ല എന്ന് തീരുമാനിക്കുകയാണെങ്കിൽ PB അംഗമായ ബേബി മുന്നോട്ട് വെച്ച സംഗതികളുണ്ട്. കുണ്ടറക്കാർക്ക് അതേത് വിധത്തിലായിരിക്കും ഇനി അങ്ങോട്ട് സ്വീകരിക്കാനാവുക എന്നതൊക്കെയുണ്ട്. എന്ന് മാത്രമല്ല, വളരെ പ്രധാനപ്പെട്ട ഒന്നായി നേരത്തെ ചോദിച്ചതുപോലെ പാർട്ടിക്കകത്തുള്ള ആഭ്യന്തരമായ രാഷ്ട്രീയത്തിനകത്ത് ബേബിയുടെ ഇപ്പോഴത്തെ നിലപാട് എങ്ങനെയാകും പ്രതിഫലിക്കുക? അല്ല, തീർച്ചയായിട്ടും എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് യാതൊരു കവടി നടത്തലും സാധ്യമല്ല. കാരണം പാർട്ടി ഇതുവരെ CPM പോലെ ഒരു പാർട്ടി ഇതുവരെ ഇങ്ങനെ ഒരു പ്രശ്നത്തിനെ നേരിട്ടിട്ടില്ല എന്നുള്ളതാണ്. ആ നേരിടാത്തതിൻ്റെ കാരണം ഈ കാലം മാറി എന്നുള്ളതാണ്. ഈ കാലഘട്ടത്തിലെ പുതിയ പ്രശ്നങ്ങൾ പുതിയ രൂപത്തിൽ ഉയർന്നു വരികയാണ്. ആ പ്രശ്നത്തിനെ പരമ്പരാഗതമായിട്ടുള്ള സംഘടനാ രീതികൾക്കപ്പുറത്തുള്ള സാധ്യതകൾ എക്സ്പ്ലോർ ചെയ്യാൻ നിർബന്ധിതമാക്കുന്നതാണ് ഈ ബേബിയുടെ ശ്രമം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ ജോൺ പറഞ്ഞതാണ് അടിസ്ഥാനപരമായ പ്രശ്നം. കാരണം രാഷ്ട്രീയം ഒന്ന്, വ്യക്തിശുദ്ധി വേറൊന്ന് എന്നുള്ള രീതിയിലാണ് അദ്ദേഹം പറയുന്നത്. ഇത് രാഷ്ട്രീയമായിട്ട് കൈകാര്യം ചെയ്യുന്നതാണ്. വ്യക്തിശുദ്ധി അവിടെ ഒരു പ്രശ്നമല്ല. വാസ്തവത്തിൽ ഇന്ത്യൻ രാഷ്ട്രീയം ഇന്ന് നേരിടുന്ന വിശ്വാസ തകർച്ചയുടെ പ്രധാനപ്പെട്ട കാരണം ജനങ്ങളുടെ മുമ്പിൽ രാഷ്ട്രീയക്കാർ വ്യക്തിശുദ്ധിയുടെ കാര്യത്തിൽ, വ്യക്തിയുടെ സംസ്കാരത്തിൻ്റെ കാര്യത്തിൽ എല്ലാം മോശമായിരിക്കുന്നു എന്നുള്ള ഒരു ധാരണ പടരുന്നത് ജനാധിപത്യത്തിന് തന്നെ അപകടകരമായ രീതിയിലേക്ക് വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ രാഷ്ട്രീയവും വ്യക്തിശുദ്ധിയും ഒരുപോലെ പ്രധാനമാണെന്നുള്ള പഴയ കാലത്തെ രാഷ്ട്രീയത്തിൻ്റെ, ആദർശാത്മക രാഷ്ട്രീയത്തിൻ്റെ തിരിച്ചുവരവിൻ്റെ അനിവാര്യതയാണ് ഇതിലേക്ക് ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പം ജോൺ പോലും ഈ പറയുന്നത് രണ്ടും രണ്ടാണെന്ന് പറയുന്നതിൻ്റെ അർത്ഥം ഈ ഇന്ത്യൻ രാഷ്ട്രീയം അങ്ങനെ മാറിയിരിക്കുന്നുള്ളൂ. അതിൽ നിന്നൊരു തിരിച്ചു പോകാനുള്ള ശ്രമമാണ് അദ്ദേഹം നടത്തുന്നത്. ആ ശ്രമം എത്രമാത്രം വിജയകരമാവും, എത്രമാത്രം നടക്കും എന്നുള്ളത് നമുക്ക് കണ്ടറിയേണ്ടത്. പക്ഷേ അതുപോലെ തന്നെയാണ് പാർട്ടി പറയുന്നത് ഈ നേതാക്കന്മാരുടെ ധാർഷ്ട്യം, നേതാക്കന്മാർ കൂടുതൽ വിനയമുണ്ട്. അപ്പോൾ ഇതൊക്കെ പറയുന്നത് വളരെ മര്യാദയ്ക്കോടെ എല്ലാവരുടെ മുഖത്ത് നോക്കി ചിരിക്കണമെന്നോ താണു വീണു തൊഴണമെന്നോ എന്നുള്ളതിൻ്റെ അപ്പുറത്ത് അതൊക്കെ ജസ്റ്റേഴ്സാണ്. അതിൻ്റെയൊക്കെ അപ്പുറത്ത് ബേബി ഇന്ന് മുന്നോട്ട് വയ്ക്കുന്ന പോലെ ഈ ധാർഷ്ട്യമില്ലായ്മയും വിനയം ആവശ്യമാണെന്നുള്ളതും വ്യക്തിശുദ്ധി വേണമെന്നുള്ളതിൻ്റെയൊക്കെ ഒരു ഉരകല്ലാണ് ടെസ്റ്റ്. താൻ ഒരു MLA താനൊരു അധികാര സ്ഥാനം ത്യജിച്ചുകൊണ്ട് ആ ധാർമ്മികത ഉയർത്തിപ്പിടിക്കാൻ ശ്രമിക്കുകയാണ്. നേതാക്കൾക്ക് ആവശ്യമായിട്ടുള്ള മര്യാദ, ധാർഷ്ട്യമില്ലായ്മ, ഇതുപോലെയുള്ള എളിമ, ഇതെല്ലാം ഉയർത്തിപ്പിടിക്കുന്നതിൻ്റെ ഭാഗമാണ്. അപ്പോൾ പാർട്ടി തന്നെ തീരുമാനിച്ച ചില റെക്ടിഫിക്കേഷൻ ക്യാമ്പയിൻ്റെ അനുഗുണമായിട്ടുള്ള ഒരു നടപടിയാണ് ഇത്. സാധാരണ അല്ലാത്ത ഒരു അസാധാരണ നടപടിയിലൂടെ മാത്രമേ, ഒരു ഔട്ട് ഓഫ് ദ ബോക്സ് ആയിട്ടുള്ളൊരു നടപടിയിലൂടെ മാത്രമേ പരമ്പരാഗത ശൈലിയിൽ നിന്ന് മാറ്റം വരുത്താനാകൂ. അതിനു വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് ഇത്. പാർട്ടി എങ്ങനെയാണ് സ്വീകരിക്കുന്നതെന്നറിയാൻ ഇപ്പോഴും വ്യക്തമല്ല. പക്ഷേ ഒരു മാറ്റം, ഒരു പുതിയ രീതിയിൽ പാർട്ടി ഇതിനെ അഭിസംബോധന ചെയ്യുകയാണെങ്കിൽ പാർട്ടിയുടെ വിശ്വാസ്യതയും മാന്യതയും വർദ്ധിക്കും എന്നാണ് എൻ്റെ അഭിപ്രായം. ശ്രീ CP ജോൺ, താങ്കൾക്ക് അവസാനിപ്പിക്കാം ഈ ചർച്ച. ഞാനിവിടെ പറഞ്ഞ കാര്യങ്ങളിൽ ആരും യോജിപ്പുണ്ട് പറഞ്ഞ് പ്രധാനമായ കാര്യങ്ങളിൽ യോജിപ്പ് പ്രകടിപ്പിച്ചില്ല. ഒന്നാമത്തെ വിഷയം, വ്യക്തിശുദ്ധി കൊണ്ടൊന്നും നേരിടാൻ പറ്റുന്ന പ്രശ്നമല്ല ഇന്ത്യയിലെ ഫാസിസത്തിന്റെ അവരോഹണം. അതിന്റെ അർത്ഥം വ്യക്തിശുദ്ധി വേണ്ടാന്നൊന്നുമല്ല. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, 2004 UDF അവിടെ ദയനീയമായി പരാജയപ്പെട്ടു. LDF ജയിച്ചു, 19 സീറ്റിൽ ജയിച്ചു. അന്ന് ഈ പറയുന്ന പിണറായി വിജയൻ അടക്കം ഇതിനേക്കാളും വലിയ വ്യക്തിശുദ്ധി ഉണ്ടായിട്ടും ഞാൻ വിചാരിച്ചിട്ടില്ല. അതുകൊണ്ട് വ്യക്തിശുദ്ധി വേണ്ട എന്നല്ല ഞാൻ പറഞ്ഞു. വ്യക്തിശുദ്ധി വളരെ പ്രധാനമാണ്. ദാസ്യം പാടില്ല, കൊലപാതക രാഷ്ട്രീയം പാടില്ല. പക്ഷേ ഇതല്ല അടിസ്ഥാന ഇന്നത്തെ പ്രശ്നം. RSS വന്നത് ഇവിടെ ആളുകൾ രാജിവെച്ചുകൊണ്ട് തീരുന്ന പ്രശ്നമൊന്നല്ല. ഒന്ന്. രണ്ട്, ശ്രീരാമകൃഷ്ണൻ പറഞ്ഞതിനോട് മറുപടി പറയാനുള്ളത് മറ്റൊന്നുമല്ല. CPM വിചാരിച്ചാൽ കോൺഗ്രസിനെ ജയിപ്പിക്കാൻ പറ്റുമെന്നല്ല ഞാൻ പറഞ്ഞത്. എല്ലാ കക്ഷികളുടെയും BSP, സമാജ്വാദി തുടങ്ങിയിട്ടുള്ള എല്ലാ കക്ഷികളുടെയും ഒരു ശക്തമായ അടിത്തറയുണ്ടായിരുന്നെങ്കിൽ ഇതാകുമായിരുന്നില്ല ചിത്രം. അതുകൊണ്ട് CPM-നും ഇടതുപക്ഷത്തിനും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വഹിക്കാൻ കഴിയുമായിരുന്ന നിർണായകമായ പങ്ക് വഹിച്ചില്ല എന്ന വിമർശനം തന്നെയാണുള്ളത്. മൂന്ന്, ഇനിയുള്ള ദിവസങ്ങളിൽ തെരഞ്ഞെടുപ്പില്ല. 5 വർഷത്തേക്ക് തൽക്കാലം തെരഞ്ഞെടുപ്പില്ല. പക്ഷെ ഇനിയുള്ള ദിവസങ്ങളിൽ UP-യിലെ ബലാത്സംഗങ്ങളുടെ ഒരു നീണ്ട നിര, അത് ദളിതുകൾക്കുള്ള മുന്നറിയിപ്പാണ്. ഒരു ഫേസ്ബുക്കിലയച്ച ഒരു ചെറുപ്പക്കാരനെ, മുസ്ലിം ചെറുപ്പക്കാരനെ അടിച്ചുകൊണ്ടിരിക്കുന്നു. അത് അവിടുത്തെ ഒരു പാട്ടുകാരിയെ, ഒരു ഹിന്ദു പാട്ടുകാരി, അവര് മുസ്ലിം ഒന്നുമല്ല, അവര് കാലിഫോർണിയയിൽ വെച്ച് ആക്രമിക്കപ്പെടുന്നു. മൊദ്കൽ എന്ന് പറയുന്ന സംഗീതജ്ഞ ആക്രമിക്കപ്പെടുന്നു. അത്തരത്തിൽ ഇനിയുള്ള 5 വർഷക്കാലം ഇന്ത്യയിൽ എന്ന് പറയുന്നത് തന്നെ ഈ മതേതര രാജ്യത്തിന്റെ ഒരുപാട് നല്ല അനുഭവങ്ങൾ നഷ്ടപ്പെടുത്തിക്കൊണ്ടായിരിക്കും. അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് ജയിക്കൽ മാത്രമല്ല ശ്രീരാമകൃഷ്ണൻ, ഇനിയുള്ള ദിവസങ്ങളിലെ ഓരോ ദിവസത്തെയും മതേതരമായ ജീവിതം എന്ന് പറയുന്നത്
ഈ കോൺഗ്രസുകാരും നിങ്ങളും ഞങ്ങളെ പോലെ ചെറിയ പാർട്ടികളാണ്, എല്ലാവരും ചേർന്നിട്ടുള്ള ഒരു മതേതര. തീർച്ചയായും ഞാൻ ഇടപെടുകയാണ്. ശ്രീ CP ജോൺ, ശ്രീരാമകൃഷ്ണന്റെ പേരെടുത്ത് താങ്കൾ പറഞ്ഞതുകൊണ്ട് ശ്രീ ശ്രീരാമകൃഷ്ണനാണ് ചർച്ച അവസാനിപ്പിക്കുക. ശ്രീ ശ്രീരാമകൃഷ്ണൻ. അല്ല, ശ്രീ CP ജോൺ പറഞ്ഞ ഈ കാര്യങ്ങളോടൊന്നും എനിക്ക് വിയോജിപ്പില്ല. പക്ഷേ ഇവർ പറയാൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഈ മോഡിയെക്കുറിച്ചുള്ള പേടിയുടെ ചെലവിൽ കോൺഗ്രസിൻ്റെ എല്ലാ ധിക്കാരങ്ങൾക്കും ഞങ്ങൾ കൂട്ടുനിൽക്കണമെന്നാണ്. ഈ രാജ്യത്തെ കോർപ്പറേറ്റുകൾക്ക്, ഈ രാജ്യത്തെ അടിയറവ് വയ്ക്കുന്ന ഈ നയങ്ങളെല്ലാം നടപ്പിലാക്കിയ ചിദംബരം ഏത് മാളത്തിലാണ് ഇപ്പോൾ ഉള്ളത്? അലുവാലി എവിടെയാണുള്ളത്? മൻമോഹൻ സിംഗ് എവിടെയുള്ളത്? അപ്പോൾ മോഡിപ്പേടിയുടെ ചെലവിൽ ഇവർ എന്തും കാണിക്കും. അതിനെല്ലാം ഇടതുപക്ഷത്തിൻ്റെ പിന്തുണ വേണം. ഇടതുപക്ഷത്തിൻ്റെ ധാർമ്മികവും ബൗദ്ധികവുമായ ധിഷണാപരമായ നേതൃത്വം നിങ്ങൾ എന്തുകൊണ്ട് ഞങ്ങളെ പ്രൊട്ടക്ട് ചെയ്യാൻ ഉപയോഗപ്പെടുത്തിയില്ല എന്ന ചോദ്യമാണ് ചോദിക്കുന്നത്. അതിൻ്റെ ഉത്തരം ഞങ്ങൾക്ക് അതിനൊഴിവില്ല എന്നാണ്. തീർച്ചയായും വളരെ നന്ദി ശ്രീ ശ്രീരാമകൃഷ്ണൻ, ശ്രീ CP ജോൺ, ശ്രീ MG രാധാകൃഷ്ണൻ, ശ്രീ NP ചേക്കുട്ടി ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്. ഇടതുപക്ഷം നേരത്തെ ശ്രീ CP ജോൺ പറഞ്ഞ കാരണങ്ങൾ ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഇടതുപക്ഷം രാജ്യത്ത് ആവശ്യമുണ്ട് എന്ന് കാണുന്ന ആളുകളുടെ എണ്ണം വളരെ വലുതാണ്. ആ ഇടതുപക്ഷത്തിൻ്റെ തിരിച്ചുവരവും ശക്തിപ്പെടലും കാരണമാകുമോ MA ബേബിയുടെ ഇപ്പോഴത്തെ നടപടികൾ, നിലപാടുകൾ എന്നത് സംബന്ധിച്ച് കാത്തിരുന്ന് കാണേണ്ടി വരും. 21-22 തീയതികളിലാണ് CPIM-ന്റെ സംസ്ഥാന നേതൃയോഗങ്ങൾ നടക്കുക. ആ ചർച്ചകളിൽ നിന്നാണ് ഈ വിഷയത്തിന് ആധാരമായിട്ടുള്ള MA ബേബിയുടെ നിലപാടുകളിൽ രാജി ആവശ്യത്തിൽ എന്ത് തീരുമാനമാണ് പാർട്ടി എടുക്കുക എന്നത് സംബന്ധിച്ച് അറിയുക. വളരെ നന്ദി. അതിഥികൾക്ക് ഇടവേള.